നമസ്കാരം ടിട്ടാ. അങ്ങനെ 10 ദിവസമായിട്ടുള്ള തിരച്ചിലിനൊടുവിൽ പോലും ഒരാളെ പോലും കണ്ടെത്താനായില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് പമ്പാ നദിയിലോ ചാലക്കുടി പുഴയിലോ മുങ്ങിപ്പോയവരെ കുറിച്ചല്ല. 10 ദിവസമായി മുങ്ങിത്തപ്പിയിട്ടും ഒരു മുഖ്യമന്ത്രിയെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? കൊറോണ കാലത്തെ പോലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ലോകം മുഴുവൻ ഗ്യാസിന് വില കൂടി, പെട്രോളിന് വില കൂടി. തൊട്ടടുത്തുള്ള പാകിസ്ഥാനില് 1 ലിറ്റർ പെട്രോളിന് 400 രൂപയായി വില. എന്നിട്ടും ഇവിടെ ഇത്രയും കാലം ഈ യുദ്ധം തുടങ്ങിയിട്ട് ഈ 2.5 മാസക്കാലമായിട്ട് പിടിച്ചു നിന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ മികവ് ഒന്നുകൊണ്ട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നിട്ടും പെട്രോളിന് വില കൂടാതിരിക്കാനും അതിന്റെ ഭാരം ജനങ്ങളുടെ മണ്ടയിലാകാതിരിക്കാനും അതിനൊരു പരിഹാരമെന്നോണം 10 രൂപ എക്സൈസ് തീരുവ കുറച്ചുകൊണ്ട് ഉത്തരവായി. ആയതുമൂലം നാളിതുവരെയും ഒരു എണ്ണ കമ്പനികൾക്കും വില കൂട്ടേണ്ടി വന്നിട്ടല്ല. ഇവിടെ എണ്ണയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നാൽ ഗ്യാസിന്റെ പേരിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളത് ശരി തന്നെയാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി പപ്പുമോൻ പറയുന്നത് കേട്ടാൽ തോന്നും ഈ നരേന്ദ്രമോദിയാണ് ലോകത്തെ മുഴുക്ക പ്രശ്നം ഉണ്ടാക്കുന്നത്, നരേന്ദ്രമോദിയാണ് യുദ്ധം കൊണ്ടുവന്നത്, നരേന്ദ്രമോദിയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി വെറും പൊട്ടനാണോ അതേ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഇദ്ദേഹത്തിന്റെ ഇത്തരം ജൽപ്പനങ്ങളാണ് ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ പപ്പുമോൻ എന്ന പേര് വീണത്. സ്വന്തം പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത കോൺഗ്രസ്സുകാരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കസേരകളിയാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുകയാണ്. ഭരണ സംവിധാനം മൊത്തം താറുമാറായി. ഭരണസ്തംഭനമാണ് ഇവിടെ നടക്കുന്നത്. മുൻപ് സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന നേതാക്കന്മാരെ എല്ലാം ഡൽഹിക്ക് വിളിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വോട്ട് ചെയ്ത വോട്ടർമാർ, കോൺഗ്രസിന് വോട്ട് ചെയ്ത വോട്ടർമാരെ മുഴുവനും ഡൽഹിക്ക് വിളിച്ച് ചർച്ച നടത്തിയാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയല്ലേ ശരി? മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങുക, അവരുടെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഫ്ലക്സിൽ കാർക്കിച്ച് തുപ്പുക, അവരുടെ തന്നെ വലിയൊരു നേതാവെന്ന് അവർ തന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ഫ്ലക്സ് വലിച്ചു കീറുക. ഇത്രയും നാണം കെട്ട ഒരു കാഴ്ച കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാലതാമസത്തിനെ കുറിച്ച് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അതെന്താ പറഞ്ഞത്? അദ്ദേഹം ഡൽഹിയിൽ 50 ദിവസം കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതെന്ന്. 10 ദിവസത്തിനകം മാത്രമാണ് ഡൽഹി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. ആ 10 ദിവസം നീണ്ടുപോകാനുള്ള കാരണം ശ്രീമാൻ നരേന്ദ്രമോദി വിദേശത്തായിരുന്നു. അദ്ദേഹം കൂടെ വന്ന് പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത് വരെ കാത്തിരുന്നതും ഈ 10 ദിവസം വരെ നീണ്ടുപോയതും.